ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ രാവിലെ തന്നെ ഇന്ന് നമ്മുടെ ദേശീയ ഭക്ഷണമായ ചീയപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം തലേ ദിവസത്തെ മീൻകറിൻ്റെ ചട്ടിയിൽ വടിച്ചു കൂട്ടി ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്കപ്പ് ആക്കിയിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇന്ന് നല്ല വെയിലുള്ള ദിവസേനു. അപ്പം പിന്നെ അലക്കാനൊരൊറ്റ ഓട്ടേനി കേട്ടോ. ഒരലക്കൽ കഴിഞ്ഞാൽ പിന്നെ ഒരു പകുതി ഭാരം കുറഞ്ഞ പോലെ. എന്താ അപ്പം ഇത് ചുമൽമേറ്റ് നടക്കണോ എന്ന് ചോദിക്കരുത്. അത് എന്താണെന്നറിയില്ല. രാവിലെ തന്നെ വെയിലൊക്കെ കണ്ടപ്പോൾ വേഗം ആയിട്ട് അലക്കൽ കഴിച്ചു കേട്ടോ. ഹേയ് മിസ്റ്റർ ജനക്കുട്ടാ, ഇതുവരെ ഇളകീനത് ആരെയും ഇവിടെ ഇതിലതിനൊന്നുമില്ല ഭാരാൻ. ഇതൊക്കെ കഴിഞ്ഞു, ഞാൻ പാത്രം കഴുകാൻ നിൽക്ക. പണിയൊക്കെ പഠിച്ച് സുന്ദരനാകുക. ഇനി നാളെ തൊട്ട് ഇജ്ജുണ്ടാക്കൂലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇജ്ജുണ്ടാക്കൂലേ? ഗ്യാസൊക്കെ കത്തിക്കുന്നു. എന്തൊക്കെയാ കാട്ടണേ കുട്ടി? ഓ, ഇപ്പൊ കത്തും. എന്തേ അപ്പം മറിച്ചിട്ടിട്ട് കിട്ടണില്ലേ? അപ്പം മറിച്ചിടാൻ കിട്ടണില്ല? ആഴ്ചയിലൊരു ദിവസം ദോശ ഉണ്ടാക്കൽ എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഓക്കേ ഓക്കേ. അപ്പോൾ സെനുമോൻ്റെ ദോശ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇപ്പോഴാണ് പാത്രം കഴുകണം കേട്ടോ. പാത്രങ്ങൾ നമ്മൾ കൂട്ടിലെ കോഴിയല്ലേ, അതിപ്പോൾ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് പാത്രങ്ങളൊക്കെ അവിടെ ഇട്ടുകൊണ്ട് വേഗം അലക്കാൻ പോയത് കേട്ടോ. വെയിൽ പോയാൽ പിന്നെ തുണി കുപ്പായം ഉണങ്ങി കിട്ടില്ല, നടക്കൂലല്ലോ. അപ്പം അത് വിചാരിച്ചിട്ട് ആണ് വേഗം അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പാട്ടും കൂത്തും ഡാൻസൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ ആരെങ്കിലൊക്കെ അവിടെ കളിച്ചാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിനിമോനെ നോക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓല കൂടെ സെറ്റായി അങ്ങനെ കളിച്ചോളും. അപ്പാണ് ഞാൻ വീണ്ടും നമ്മളെ കിച്ചണിക്ക് നിൽക്കണേ. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചിക്കനൊക്കെ കഴുകി എടുത്ത് കൊണ്ടുവന്ന് നിൽക്കണം കേട്ടോ. അപ്പം അത് ഞാൻ ഒന്ന് പാത്രത്തിൽ ഇട്ടെടുത്തു. അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തി ചതച്ചതാണ് ആ ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ അതിക്ക് കുറച്ച് തൈര് കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനിങ്ങനെ നെക്കി പിഴിഞ്ഞ് അതിക്ക് ഒഴിച്ചു കൊടുത്തിക്കണേ. പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് മസാല വറ്റിയെടുക്കണം കേട്ടോ. സംഗതി ഈ സാധനം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണേ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയതൊക്കെ തന്നെ ഈ കാരം. ബട്ടർ ചിക്കനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ബട്ടർ ചിക്കനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ട് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ബിരിയാണി എപ്പോഴും ഉണ്ടാക്കണമല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബട്ടർ ചിക്കന്മ പൊരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല വെച്ച് അവിടെ ഇട്ടിരിക്കണേ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ അഗാരോൻ്റെ പാത്രത്തിലാണേ. അപ്പം ഞാനിതാ പാത്രമൊക്കെ ഇറക്കിയിരിക്കണം. പുതിയ പാത്രങ്ങളൊക്കെ പാത്തച്ചൂടെ ആരും ചോദിക്കരുത്. നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല ചൊറുക്കിലെ പാത്രമൊക്കെ വെച്ച് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങൾക്കും കാണാനൊരു ബോറടിച്ചു. അപ്പോൾ നമ്മുടെ പാത്രം വെച്ചിക്കണ്. ഇത് ഫ്രൈ പാനാണ് കേട്ടോ, 2.5 ലിറ്ററിൻ്റെ. പക്ഷേ ഇതിൽ നമുക്ക് 2.5 ലിറ്റർ ഉള്ളതുകൊണ്ട് എല്ലാ വക കറികളും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാനും പറ്റും. സംഗതി ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ബട്ടർ വേണേ. അപ്പം ഞാൻ ഇല്ലീന്നൊരു കുറച്ച് ബട്ടറും അതിക്ക് ബാക്കി കുറച്ച് ഓയിലുമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ മസാല വറ്റിച്ച ചിക്കനില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. മുമ്പൊക്കെ ഞാൻ കുക്കിംഗ് ചാനൽ നോക്കുമ്പോൾ ഈ ബട്ടറും ചീസും ഫ്രഷ് ക്രീമൊക്കെ വന്നാൽ ഞാൻ ആ വീഡിയോ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ഒന്നും അതത്ര അങ്ങോട്ട് അവൈലബിൾ ആയി കിട്ടുന്ന സാധനങ്ങളല്ല കേട്ടോ. ഇപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകണം. അപ്പോഴേ ബട്ടർ ചീസ് അങ്ങനത്തെ ഒക്കെ കിട്ടുള്ളൂ. അപ്പം നമ്മളിത് പക്കാ ഒരു നാട്ടും പുറാണി. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പരിഷ്കാര ഐറ്റംസൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ ഓലിവടിയും പരിചയമൊക്കെ ആയി തുടങ്ങി. പക്ഷേ എന്നാലും ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു സാധനം ഒന്നുമില്ലേ, ഫ്രഷ് ക്രീം. അതിന് പകരം ഞാൻ വേറൊരു സാധനം ചേർത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ കഴുകിയിരിക്കുന്നത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ.
അപ്പോൾ ഞാൻ സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അണ്ടിപ്പരിപ്പും പിന്നെ പച്ചമുളകും ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഞാനതൊന്ന് ഒക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനാണ്, അതുകൊണ്ടാണ് വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ചതച്ചെടുക്കാത്തത്. അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ ഒരു സൈഡായി വന്നിക്കണേ, മറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഭയങ്കര ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെയൊന്നും എടുക്കണില്ല, ജസ്റ്റ് ഒന്നൊരു ചെറിയ മട്ടത്തിനൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് എടുത്തിട്ട് ഒരു ഇച്ചിരിയും കൂടി ഉണ്ടായിരുന്നു, ഒരു 4-5 പീസ്, അതും കൂടി ഞാൻ സെക്കൻഡ് ട്രിപ്പിൽ ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തിട്ട് ആ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ബാക്കി ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ഉണ്ടേനെ അതും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് അതിക്ക് സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മൾ എടുത്ത ചണ്ടിപ്പരിപ്പ്, പിന്നെ പച്ചമുളക് ഒക്കെ ഒന്നിച്ചങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ബട്ടർ ഒരു ഇത്തിരിയും കൂടി വാണ്ടീനു, പക്ഷേ ഞാൻ ഉള്ളത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഒരു ഇത്തിരി കുറവാണ് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ച സാധനം ഉണ്ടാക്കാണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ആ ചേർത്ത് കൊടുത്തത് കുറച്ച് ഗരം മസാലയും മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും മാത്രമാണ് ഞാൻ ചേർത്തത്. കുറേ സ്പൈസസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കണോണ്ട് ഇതെങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമോ ഒരു എന്താ പറയുക ഒരു ഉറപ്പുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്തെന്നുള്ളൂ. വലിയ കുഴപ്പമില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ഷൂട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുക്കിംഗ് ചാനലൊന്നും അല്ലല്ലോ പെർഫെക്റ്റ്. പിന്നെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പാളിയാൽ ഞാനത് നിങ്ങളോട് കറക്റ്റായിട്ട് പറയലുണ്ട്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ട് വിചാരിച്ച് ഇതാക്കിയതാണേ. ഇത് 4.5 ലിറ്ററിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ബിരിയാണി പോട്ട് ആണ്, നമുക്കിതിൽ നെയ്ച്ചോറ് വെക്കാം. മറ്റേ മസാല അല്ലേ അത് ഞാൻ മാറ്റി വെച്ചിരിക്കണത്, അതൊന്ന് ചൂടാറി വന്നിട്ട് നമുക്ക് അത് സെറ്റാക്കാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേഗം നെയ്ച്ചോറിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയെടുത്തു. എന്നിട്ട് ഇനി ഇതിലേക്ക് തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിലങ്ങോട്ട് നെയ്ച്ചോറ് സെറ്റാക്കി എടുക്കാം. അപ്പം എന്നാൽ രണ്ടും അവിടെ റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ ഉള്ളി ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാനേക്ക് സ്പൈസസ് ചേർത്ത് കൊടുത്ത് പിന്നെ വെള്ളം കളഞ്ഞ് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഉപ്പും ചേർത്ത് നമുക്ക് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നെയ്ച്ചോറിൻ്റെ ഞാൻ തിളക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിരിക്കണേ. അപ്പം ഇനി നമുക്ക് ബാക്കി നമ്മളെ ബട്ടർ ചിക്കൻ്റെ പരിപാടി തന്നെ നോക്കാം. പിന്നെ ഞാൻ വീണ്ടും ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ബട്ടർ ഇപ്പോഴും ചേർത്ത് കൊടുക്കാം, ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല കേട്ടോ. നമ്മൾ അരച്ച മസാല അത് അരിച്ചെടുത്ത് കണ്ടൊക്കെയാണ് കേട്ടോ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. ഞാൻ അരിച്ചിട്ടൊന്നുമില്ല, ഞാൻ നല്ലോണം അരച്ചിട്ടാണ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ പൊരിച്ചെടുത്ത ചിക്കനില്ലേ അതും ചേർത്ത് കൊടുത്തു. പിന്നെ ഒന്ന് കുറച്ച് നേരം ഞാനൊന്ന് അരച്ച ചീനിയെ ഒന്ന് സെറ്റായി കിട്ടിട്ടെ. ആ സമയം കൊണ്ട് അപ്പുറത്ത് ഞാൻ വെള്ളം തളിച്ചപ്പോൾ അരിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടല്ലോ, ഫ്രഷ് ക്രീമാണ് കേട്ടോ ഞാൻ ചേർക്കണത് കണ്ടത്. പക്ഷേ എൻ്റെ അടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മല്ലിയില ചേർത്തിട്ട് കുറച്ച് പാലാണെങ്കിൽ വെള്ളം പോലെ ഇനി. അപ്പോൾ ഞാൻ കുറച്ച് പാല് പിന്നെ അങ്ങനെയാണല്ലോ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ള ഇനി കേട്ടോ. ആ കുറുകിയത് ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടില്ല പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടോ. ഫ്രഷ് ക്രീം ചേർത്ത ബട്ടർ ചിക്കനേക്കാൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഫ്രഷ് ക്രീം ചേർത്ത് ഞാൻ അതുവരെ തിന്ന് നോക്കിയിട്ടില്ലല്ലോ മുതലാളിയെ. പിന്നെ ഞാനങ്ങോട്ട് തള്ളി മറിച്ചതാണ്. പക്ഷേ നല്ല രസമുണ്ടായിനി കേട്ടോ. എനിക്ക് ആയ പാടന്നെ അതൊന്ന് കഴിച്ചോക്കായിട്ട് ഭയങ്കരമായൊരു എന്താ പറയുക ഒരു ആഗ്രഹം ഇനിട്ടാ. അപ്പം ഞാൻ വേഗം ആയ പാടന്നെ ഒരു ഇത്തിരി നെയ്ച്ചോറും നമ്മൾ ചിക്കൻ കറിയും കൂടി എടുത്തിക്കണം കേട്ടോ. അപ്പം ബട്ടർ ചിക്കൻ അടിപൊളിയാണ് കേട്ടോ. കുറച്ച് എരിവ് കുറവേനി ഞാൻ പച്ചമുളകൊക്കെ അരക്കണോണ്ട് ഞാൻ ആകെ 2 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ ഇനി കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിക്കുന്നത് നേഴ്സറിയിലാണേ. നിയമോളും അഫിമോളും ഓരെല്ലാവരും പാടെ നേഴ്സറിക്ക് പോന്നിട്ടുണ്ട് ഇനി കേട്ടോ. നമ്മൾ തൊട്ടടുത്താണല്ലോ നേഴ്സറി. അപ്പോൾ കുട്ടീനെയും കൊണ്ടുപോകുന്നതാണേ. അപ്പോൾ കുറച്ച് നേരമായി. അപ്പം ഞാൻ കാണായിട്ട് ഇങ്ങനെ തിരഞ്ഞു വന്നതാ. അപ്പോൾ ഇവിടുത്തെ ടീച്ചറെ ഒക്കെ തേറി ഇങ്ങനെ നടക്കണം കേട്ടോ. സിനിമോന് ഓന് ഇവിടെ സെറ്റ് ചെയ്യണം ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ ഏതായാലും പോയ പോക്കിൽ ഞാൻ പിന്നെ നേഴ്സറി പൊടി വാങ്ങാനുണ്ടേനി 50. അപ്പം അതും കൂടി വാങ്ങിയിട്ട് എന്താ ഞാൻ തിരിച്ചു വന്നിക്കണം കേട്ടോ. ആകെ മൊത്തം മലമ്പായി കിടക്കണേ. സ്കൂള് ലീവുള്ള ദിവസം പിന്നെ ഇങ്ങനെയൊക്കെ എനിക്ക് എക്സ്ട്രാ പണികളൊക്കെ കിട്ടും. അപ്പം നമ്മുടെ അമൃതം പൊടിയൊക്കെ ഇവിടെ നിൽക്കട്ടെ. ബാക്കി ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ സിനിമോനെ ഉറക്കാനും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതാ രണ്ടാമതും ചോറുന്നത്. പിന്നൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ കറി എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് 3 വട്ടം ചോറുന്നിട്ടുണ്ട് അതിന് ഉച്ചക്ക്. എന്താന്നറിയില്ല, ഞാൻ ഉണ്ടാക്കിയോണ്ടാണോ ആവോ ആ ഒരു ചിക്കനൊക്കെ നല്ല രസേനി കേട്ടോ. ആ ബട്ടറിൽ പൊരിച്ചെടുത്ത് ചിക്കൻ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഏനി കേട്ടോ.
അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാനും സെനുമോനും നല്ലൊരു ഉറക്കമുറങ്ങി ഒക്കെ നീച്ചപ്പോൾ സമയം 5 മണിയായിട്ടുണ്ടായിന് കേട്ടോ. ബട്ടർ ചിക്കൻ്റെ എഫക്റ്റാണ്, കിടന്നങ്ങോട്ട് ഉറങ്ങി. പിന്നെന്താ ചെറിയ കാറ്റും അതൊക്കെ വന്നപ്പോഴാണ് നീച്ചിട്ടുണ്ടായിനത്. അജു നിസ്കരിച്ചാൽ നിന്നപ്പോഴേ ഇവിടെ വേറെ ഒരാൾക്കും കൂടി ഓന് തുണി ഇല്ലാത്തതുകൊണ്ട് മുണ്ടൊക്കെ എടുത്തെടുത്ത് ഇവിടെ നിസ്കരിച്ചാൽ നിർത്തിക്കണേ. അപ്പോൾ കുറച്ച് സമയം അവിടെ ഓൻ്റെ ഒപ്പം നിസ്കരിച്ചാൽ നിന്നീനി. അത് കഴിഞ്ഞ് ഇതാക്കണ പിന്നെ അവിടുന്ന് മാറിയിക്കണം കേട്ടോ. ഞാൻ കാണാതെ വീഡിയോ എടുത്തതിന് കണ്ടാൽ ഭയങ്കര കുറവാകുവേ. അത് കഴിഞ്ഞത് അതിൻ്റെ നിസ്കാരപ്പായിക്ക് വന്നിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ നിസ്കരിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് നിയമോളും അവിടെ മുന്നേ വന്ന് നോക്കിയൊരു കാര്യം കാട്ടിത്തരാറിന് വിളിച്ചത്. അപ്പം ഞാനങ്ങനെ പോയതാണ്. ഇവിടെ വന്ന് നിയമോളെ നിസ്കാരക്കുപ്പായവും ചിലപ്പോൾ ഒക്കെ ഒന്ന് ഇട്ട് നോക്കലുണ്ട് കേട്ടോ. അപ്പം ഇന്ന് അവിടെ ഇട്ടിട്ടൊന്നുമില്ല, എല്ലാം അവിടെ തന്നെ ഇട്ടുകൊണ്ട് പോയിട്ടോ. ഞാൻ നിസ്കാരപ്പായിൽ തന്നെ ഒരു സലാത്തുമാല വെക്കലാണ് കേട്ടോ. കാരണം നിസ്കാരം കഴിയുമ്പോൾ അപ്പം കുറച്ചു നേരം ഒന്ന് സലാത്തല്ലി അവിടെ ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ സലാത്ത് എല്ലുന്ന കാര്യം മറന്നു കൂട്ടും. മറക്കല്ല, അതിങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് അതിനായിട്ടൊരു സമയം കണ്ടെത്താൻ വിട്ടുപോകും. അപ്പോൾ പിന്നെ നിസ്കാരപ്പായിൽ തന്നെ വെക്കുമ്പോൾ അവിടെ നിന്നിട്ട് ചിലപ്പോൾ ഒരു 3 റൗണ്ട് 4 റൗണ്ടൊക്കെ ഇങ്ങോട്ട് ചെല്ലും കേട്ടോ. ഒരു 33ൻ്റെ ഇതാണ് കേട്ടോ. പിന്നെ എല്ലാം പച്ച കളറിൽ കാണുന്നത് എന്താ വെച്ചാൽ ഇത് നമുക്ക് അമ്മ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു കുട്ടി അയച്ചതേനി കേട്ടോ. ഈ നിസ്കാരക്കുപ്പായം ഇൻ്റെതും നിയമോളതും അതുപോലെ തന്നെ ഈ സലാത്തുമാലയും ഈ മുസല്ലിയും ഒക്കെ അതിൽ പെട്ടതാണ് കേട്ടോ. റമദാൻ്റെ സമയത്താണ് കേട്ടോ ആൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റിയിലെ അടിപൊളിയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളറിനനുസരിച്ചൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ടിട്ടോ. നല്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതും അലക്കിയതും ഒക്കെയാണ് കേട്ടോ. എനിക്കിതുവരെ വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പം ഞാൻ നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇന്ന് നേരം വൈകി എണീച്ചുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മടക്കാണ്ടേനു. മടക്കിലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഈ സമയത്ത് മക്കളെ ഓതലും പഠിപ്പിച്ചലും അതും നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ മടക്കിലും നടക്കുന്നുണ്ട്. അതൊരു 10 പ്രാവശ്യം ചോദിക്കാം. ഒരു വടിക്ക് 2 പക്ഷി എന്ന് അറിയും പോലെ ഒല പഠിപ്പിച്ചലും നടക്കും, അതിൻ്റെ ഇടയിൽ കൂടെ ഇന്ത്യ അലക്കലല്ല മടക്കിലും അതും നടക്കും കേട്ടോ. ഇന്ന് ഉച്ചക്ക് ഞാൻ 3 ആട്ടൊക്കെ ചോറെന്ന് പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെയാ ചോറ് തികയ. വൈകുന്നേരത്തിന് ചോറ് ഒരിത്തിരി കമ്മീന്. പിന്നെ ചോറ് പിന്നീട് ചോറുണ്ടാക്കാനൊക്കെ എനിക്കൊരു മടി. അപ്പം എൻ്റെ കെട്ടിയവനാണെങ്കിൽ പറഞ്ഞേ എന്നാൽ ബ്രെഡ് കൊണ്ടുവരാം, ബ്രെഡും നമുക്ക് ചിക്കനും കൂട്ടി കഴിക്കാന്നുള്ളത്. മൂപ്പരാണെങ്കിൽ ആ മടിക്ക് ഇങ്ങോട്ട് വളം വെച്ച് തന്നും ചെയ്തു. അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ബ്രെഡും പിന്നെ നമ്മുടെ ബട്ടർ ചിക്കനും ഇല്ലേ അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. മക്കൾക്കൊക്കെ പിന്നെ നെയ്ച്ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നെ ഓൽക്ക് നെയ്ച്ചോറും ഓൽക്കും ഈ കറി നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. സ്റ്റൂളും വെച്ച് എടുത്തോളട്ടോ. ഉമ്മ കൂട്ടിയിട്ട് ഇരുന്നോളി, ഉമ്മച്ചി അവിടെ ഇരുന്നോളട്ടോ. ഞാൻ വന്നപ്പോഴേ സ്റ്റൂള് നല്ല കുട്ടിയാണല്ലോ എൻ്റെ കുട്ടി. എന്നിട്ട് എന്താ ചിക്കൻ മാത്രമുള്ളൂ തിന്നണത്? എച്ചി മാത്രം തിന്നണുള്ളൂ? എച്ചി വേണോ? നീ ഇതെടുത്തോ. ഇന്ന് ഞങ്ങൾ ഫുഡ് അടിയൊക്കെ ഇത്തിരി നേരത്തെ കഴിഞ്ഞിനെ. ശരിക്കും പറഞ്ഞാൽ 7:30 8 മണി ആകുമ്പോഴത്തേനൊക്കെ ഫുഡ് കഴിച്ച് കഴിയണം എന്നാണ് പറയുക. പക്ഷെ നമ്മളൊക്കെ എപ്പോഴും 9:30 10 മണി ആകുമ്പോൾ ഫുഡ് കഴിച്ച് ആ കഴിച്ച പാടന്നെ പോയി വെക്കണ ടീമാണ്. അതൊക്കെ ഒരു അൺഹെൽത്തി ഹാബിറ്റ് ആണ് എന്നറിയാം. പക്ഷേ എങ്ങനെയൊക്കെയോ അങ്ങനെയൊക്കെയോട് ആയി തീരും കേട്ടോ. നമുക്ക് ഇനി ഹെൽത്തി ഹാബിറ്റൊക്കെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ ഫുഡ് അടിയും പാത്രം കേൾക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അസിസ്റ്റൻ്റൊക്കെ അയച്ചങ്ങന്ന് കുളിച്ചാനായിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ഇവിടെ നിൽക്കണം കേട്ടോ. ആൾക്ക് കടത്തിറങ്ങാനുള്ള ഭാവമൊന്നുമില്ല. ഇപ്പോഴും ഓരോ ഇതൊക്കെ ആയിട്ട് അവിടെ ഇവിടെയും തൊട്ടും തൊയമ്പിയും അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പലരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളി. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും, ബൈ ബൈ.